സിദ്ദിഖിന് പരാതിക്കാരിക്ക് തിരിച്ചടിയായത് പരാതി നൽകാൻ കാലതാമസം വന്നതാണ് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. കാരണം 2016 നടന്ന സംഭവമാണ്. അതിനുശേഷം പരാതിക്കാരി പരാതി പറഞ്ഞിരുന്നെങ്കിലും ഇത്തരമൊരു ലൈംഗിക ആരോപണം അന്ന് നിലനിന്നിരുന്നില്ല. അന്നൊരു വെർബൽ അബ്യൂസ് എന്നുള്ള രീതിയിലാണ് പരാതി നൽകിയത്. പിന്നീട് ഇത്രയും വർഷം എന്ത് ചെയ്യുകയായിരുന്നു, പരാതി നൽകാൻ എന്തിന് കാലതാമസം എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ആദ്യം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് അവിടെ പരാതിക്കാരിക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നടൻ സിദ്ദിഖിന് 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുകൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. മുൻകൂർ ജാമ്യം നൽകണമെന്ന സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുകുൾ റോത്തക്കി ആവശ്യപ്പെട്ടപ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ജാമ്യം നൽകരുതെന്ന് അതിശക്തമായി വാദിച്ചെങ്കിലും സുപ്രീം കോടതി ജാമ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സിദ്ദിഖിന് വളരെ സുപ്രധാനമായ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാകില്ല. അതിൽ സിദ്ദിഖ് പല കാര്യങ്ങളും കോടതിയിൽ വാദിക്കുകയുണ്ടായി. പരാതി നൽകുന്നത് വൈകിയത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കൂടി സിദ്ദിഖ് കോടതിയിൽ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 365 സിനിമയിൽ താൻ അഭിനയിച്ചു, ഇതാദ്യമായാണ് ഇത്തരമൊരു പരാതി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളടക്കം സിദ്ദിഖ് ഹർജിയിൽ അല്ലെങ്കിൽ വാദത്തിനിടയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയുടെ ഒരു നിരീക്ഷണം തന്നെയാണ്. സംസ്ഥാനം 8 വർഷമായി എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് കോടതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവ് ഈ 2016 ശേഷം നടന്ന സംഭവം അതിപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ തിരിച്ചടിയായിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ധനസുമോ തുടരുന്നുണ്ട്. ധനസുമോദ മറ്റു പല കേസുകളിലും ഈ പീഡനം നടന്ന കാലയളവ് അതെത്രയാണ് എന്നുള്ളത് ഒരു ഈ കേസുമായി മുന്നോട്ട് പോകാൻ തടസ്സമല്ല എന്നാണ് മറ്റു പല വിധികളിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കാലയളവാണോ അതോ അന്ന് നടത്തിയ ഒരു വെർബൽ അബ്യൂസ് എന്ന പരാതി മാത്രമായിരുന്നു എന്നുള്ളതാണോ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്? ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പല വാദങ്ങളെയും കോടതി തന്നെ തള്ളുകയാണ് ചെയ്തത്. കാര്യം ഈ 8 വർഷം എന്താണ് ചെയ്തത്, അതായത് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കാലഘട്ടം പരിഗണിക്കുകയാണെങ്കിൽ 2016 ഇവർ 2 ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും ഇത്തരത്തിൽ ഒരു പീഡന പരാതി ഉള്ളതായി പറഞ്ഞിട്ടില്ല. അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് 2024 ഇത്തരത്തിൽ ഒരു പരാതിയുമായി, അതായത് ലൈംഗിക പീഡന പരാതിയുമായി എത്തിയിരിക്കുന്നത്. അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്, സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സാധാരണ ഒരു ഗൗരവമുള്ള ഒരു കേസിനാണ് ഒരു നോട്ടീസ് അയക്കുന്നത്. സാധാരണ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയോ അല്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുകയാണോ ചെയ്തത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് നോട്ടീസ് അയച്ചിട്ട് ഇത് വിശദമായ വാദം നടക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേവിയറ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പർ മാത്രം, ഒരു ഡോക്യുമെന്റ് മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ കേവിയറ്റിനൊപ്പം തന്നെ ഐശ്വര്യ ഭാട്ടി ചൂണ്ടിക്കാട്ടിയത് ഇദ്ദേഹം സിദ്ദിഖ് ഇതിനകം തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, വളരെ ശക്തമായ ഒരു സ്വാധീനമുള്ള നടൻ കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് 19ാമത്തെ വയസ്സ് മുതൽ ഇതിൽ 21ാമത്തെ വയസ്സിലാണ് പ്രിവ്യൂ ഷോയ്ക്ക് ഇവരെ വിളിച്ചിരിക്കുന്നത്. 19ാമത്തെ വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ സിദ്ദിഖ് നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദമാണ് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല 365 സിനിമയിൽ അഭിനയിച്ചു, സൂപ്പർ താരമാണ്. ഹേമ കമ്മിറ്റിയെ തുടർന്ന് 29 കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയെങ്കിലും സുപ്രീം കോടതി ചോദിക്കുന്നത് 8 വർഷം ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ചോദിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിൽ നിന്നുള്ള ഒരു സംരക്ഷണം നൽകിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവായിരിക്കുന്നത്.